നമസ്കാരം. പതിരും കതിരും. പുരാണത്തിലെ അഷ്ടാവക്രന്റെ ശരീരത്ത് 8 ഒടിവുണ്ടായത് ആരും ചവിട്ടി ഓടിച്ചതല്ല. പിതാവ് ഉരുവിട്ട ശ്ലോകത്തിലെ തെറ്റ് ഗർഭത്തിൽ കിടന്ന് തിരുത്തിയതിന് കിട്ടിയ ശിക്ഷയാണ്. ഒടിവിൻ്റെയും തിരിവിൻ്റെയും ഒക്കെ കാര്യങ്ങൾ എം വി ഗോവിന്ദൻ വന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴാണ് ഈ അഷ്ടാവക്രനെ ഓർത്തുപോയത്. പെടലി നാടകമാടിയ വീണ ജോർജിൻ്റെ കഴുത്ത് പിടിച്ചൊടിച്ചു, കൈപിടിച്ച് തിരിച്ചു എന്നൊക്കെ അന്ന് ഗോവിന്ദൻ പറഞ്ഞത് ഓർമ്മയില്ലേ? അത് പറയുമ്പോൾ വീണ ജോർജിനേക്കാൾ വേദനയായിരുന്നു ഗോവിന്ദൻ്റെ മുഖത്ത്. ഇപ്പോഴത്തെ തിരുവനന്തപുരം നഗരസഭയിൽ നടന്ന കൂട്ടത്തല്ലിൻ്റെ വിശദീകരണവുമായി ഗോവിന്ദൻ വീണ്ടും എത്തിയിരിക്കുന്നു. മേയർ വി രാജേഷിൻ്റെ കാല് പൊട്ടിയത് എങ്ങനെയാണെന്ന് ഗോവിന്ദൻ പറഞ്ഞു തരുന്നു. എല്ലുകൾ ഒടിയുന്ന തരത്തിൽ LDFിൻ്റെ കൗൺസിലർമാരെ വി രാജേഷ് നിലത്തിട്ട് ചവിട്ടി. അങ്ങനെ ഒടിഞ്ഞതാണ് രാജേഷിൻ്റെ കാല്. പാവം പിടിച്ച LDFിൻ്റെ കൗൺസിലർമാർ വീണ് കിടക്കുകയായിരുന്നു. അപ്പോഴാണ് കരിമ്പിൻകാട്ടി കയറിയ ആനയെപ്പോലെ രാജേഷ് കയറി വന്നത്. അയാൾ ഇവരുടെ എല്ലാം കാലിലും തലയിലുമൊക്കെ ചവിട്ടി മെതിച്ചു. അങ്ങനെ ചവിട്ടി ഓടിച്ച് മുന്നേറുന്ന കൂട്ടത്തിൽ രാജേഷിൻ്റെ കാലും ഒടിഞ്ഞുപോയി. ഒന്ന് ആലോചിച്ച് നോക്കൂ, LDF കൗൺസിലർമാരുടെ ഒരു ക്ഷമ. അവർ കിടന്ന കിടപ്പിൽ തല്ലും ചവിട്ടും കൊള്ളുകയായിരുന്നു. ഭൂമിയോളം ക്ഷമിക്കാൻ അവരെ കഴിഞ്ഞ ആളുകളുള്ളൂ. പ്രതികാരം അവരുടെ ഡിക്ഷണറിയിലില്ല. പാദസ്പർശം ക്ഷമസയേ എന്ന് പറഞ്ഞ് അവർ ഭൂമിയിൽ കാൽ തൊടുകയുള്ളൂ. ഇങ്ങനെ ക്ഷമിച്ചും സഹിച്ചും മുന്നോട്ട് നീക്കുന്ന CPMനെ ചവിട്ടിയോടിച്ചില്ലായ്മ ചെയ്യാനുള്ള പരിപാടിയാണ് നാട്ടിലാകെ കോൺഗ്രസ്സുകാരും BJPക്കാരും ഒക്കെ നടത്തുന്നത്. അവരുടെ DYFIക്കാർ പിള്ളേരെ വെള്ളമൊഴിച്ച് അമീബിക് മസ്തിഷ്ക ജ്വരം പടർത്തി കൊല്ലുന്നു കോൺഗ്രസ് ഭരണം. SFIക്കാരെ വെള്ളമൊഴിച്ച് നനച്ച് അലിയിച്ച് കളയുന്നതിനോടൊപ്പം ബ്ലേഡ് കൊണ്ട് പോന്തുകയും ചെയ്യുന്നു പോലീസ്. നഗരത്തിൽ എന്ത് അത്യാപത്തുണ്ടായാലും ഇപ്പോൾ ഓടി വരാൻ പറ്റിയ 2 പേരുണ്ട്, ശിവൻകുട്ടി മാമനും കടകംകൊള്ളി സുരേന്ദ്രനും. SFIക്കാരെയും DYFIക്കാരെയും പോലീസ് തല്ലിയാൽ അവർ ഓടിയെത്തും. വീണമോളെ റെയ്ഡ് ചെയ്യാൻ വന്നാൽ അവർ ഓടിയെത്തും. നഗരസഭയിൽ അടി നടന്നാൽ അവർ അവിടെയുമുണ്ട്. ഗുണ്ടകളെ വളർത്തുന്നത് ശരിയല്ലെന്നാണ് ശിവൻകുട്ടി മാമൻ പറയുന്നത്. കാപ്പ കേസിൽ അകത്ത് കിടക്കുന്ന സുഗതൻ ഗുണ്ടയേക്കാൾ ഭീകരനാണത്രേ വി രാജേഷ് എന്ന് ശിവൻകുട്ടി പറയുന്നു. സുഗതൻ ഗുണ്ടയാണെന്ന കാര്യത്തിൽ ഒരുപക്ഷെ ആർക്കും തർക്കമില്ല. പക്ഷേ ഗുണ്ടകളെയും കാപ്പ കേസിലെ പ്രതികളെയും ബലാത്സംഗ വീരന്മാരെയും സ്വർണ്ണക്കൊള്ള നടത്തിയവരെയും ബാങ്ക് കട്ടുമുടിച്ചവരെയും കൊലക്കേസിലെ പ്രതികളെയുമൊക്കെ വിചാരണ പോലും ചെയ്യാതെയാണ് CPM കുഴിച്ചു മൂടുന്നത്. അത്രമേൽ നീതിബോധവും ധാർമ്മികതയുമുള്ള ഒരു പ്രസ്ഥാനമാണല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. LDFിൻ്റെ കൗൺസിലർമാരുടെ കാല് ചവിട്ടി ഓടിച്ച കാര്യമൊക്കെ ഗോവിന്ദൻ പറയുമ്പോൾ ജനം ആർത്ത് ചിരിക്കുകയാണ്. ഗോവിന്ദൻ ചികിത്സിച്ച വീണ ജോർജിൻ്റെ പെടലി അല്പാൽപമായി നിവർന്നു വരുന്നതേ ഉള്ളൂ. ഇപ്പോഴും വീണ ജോർജിന് നേരെ നടന്നത് ഗൊറില്ല ആക്രമണമായിരുന്നു എന്ന് പറഞ്ഞ പുള്ളിയാണ് ഗോവിന്ദൻ. ഈ ഗോവിന്ദൻ എന്തു പറഞ്ഞാലും ജനം വിശ്വസിക്കും. അതാണ് ഈ പാർട്ടിയുടെ ഏറ്റവും വലിയ സൗഭാഗ്യം. തിരുവനന്തപുരം നഗരസഭയുടെ ഭരണം പോയതോടെ ശരിക്കും അനാഥമായിരിക്കുകയാണ് സഖാക്കളെല്ലാം. അവർക്ക് കയറിക്കിടക്കാനും കയറിയിരിക്കാനും ഒരു ഇടമില്ലാത്ത അവസ്ഥയായി. അനധികൃതമായി കൈവശം വെച്ചിരുന്ന കെട്ടിടങ്ങൾ വാടകയ്ക്ക് കൊടുത്താണ് അവർ നിത്യചെലവുകൾ നടത്തിക്കൊണ്ടിരുന്നത്. പിന്നെ പാളയത്തെ ഗുണ്ടാപിരിവും. ഭരണം പോയ കാലത്ത് പോലും നഗരസഭ അവരെ കൈവിട്ടിരുന്നില്ല. ഇപ്പോഴാകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയാണ്. ജനം വലിച്ചുവാരി നിലത്തിട്ട് ചവിട്ടിയതിൻ്റെ ആഘാതത്തിൽ നിന്നും അവരിപ്പോഴും മുക്തി നേടിയിട്ടില്ല. തലയുടെ പെരുപ്പ് ഇതുവരെ മാറിയിട്ടില്ല തോൽവിയുടെ. കടകംപള്ളി സുരേന്ദ്രൻ ചോദിക്കുന്നത് എന്തുകൊണ്ട് പിൻവാതിലിലൂടെ മേയർക്ക് അകത്ത് പ്രവേശിച്ചുകൂടാ, മുമ്പിൽ കൂടി വന്നതല്ലേ പ്രശ്നമായത് എന്നാണ്. അല്ലേലും ഈ പുളകംകൊള്ളി സുരേന്ദ്രനും പാർട്ടിയും പിൻവാതിൽ വഴിയുള്ള ഏർപ്പാടിൻ്റെ ആളുകളാണല്ലോ. പിന്നിലൂടെ വന്ന് സീറ്റിലിരിക്കാനാണോ വി രാജേഷിനെ ജനം ഭരണമേൽപ്പിച്ചത്? സുഗതൻ ഗുണ്ട തന്നെ എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പക്ഷേ ഗുണ്ടകളോടും നെറുകെട്ടവന്മാരോടും കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട് അകത്ത് കിടക്കുന്ന കൊടിസുനെ ഉൾപ്പെടെയുള്ള ആളുകളോടും CPMൻ്റെ സമീപനം എന്തായിരുന്നു? എന്തായാലും തലപ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ് CPMും അവരുടെ ഗുണ്ടാ സംഘവും. കഴിഞ്ഞ 10 വർഷം സുഖിച്ചതിൻ്റെ എല്ലാ ദുഃഖങ്ങളും ഒന്നിച്ചവരിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ശിവൻകുട്ടി തട്ടിമൂളിച്ച് കുണ്ട എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ പുച്ഛം തോന്നും. പാർട്ടിയുടെ ഗുണ്ടയായി ശിവൻകുട്ടിയൊക്കെ വിശ്രമിക്കേണ്ട സമയമായി. ശിവൻകുട്ടിയുടെയൊക്കെ പ്രസ്താവന കേൾക്കുമ്പോൾ മനുഷ്യൻ പൊട്ടിച്ചിരിക്കുകയോ അടക്കിച്ചിരിക്കുകയാണ്. മാന്യത, സത്യസന്ധത, ആദർശശുദ്ധി, ഇതൊക്കെ ഈ ശിവൻകുട്ടിയെ കണ്ടുപഠിക്കണം നമ്മൾ. നിങ്ങൾ നിയമസഭയിൽ കാണിച്ചു കൂട്ടിയ തെമ്മാടിത്തരമൊന്നും കേരളത്തിലെ ജനങ്ങൾ മറന്നിട്ടില്ല സഖാവേ. നഗരസഭ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ കാണിച്ചത് എന്തൊക്കെ തോന്നിയവാസങ്ങളായിരുന്നു. ആനാവൂർ നാഗപ്പൻ കൊടുക്കുന്ന ലിസ്റ്റ് പ്രകാരമായിരുന്നു മേയറൂട്ടി
എവിടെയും താൽക്കാലിക നിയമനം നടത്തി വന്നിരുന്നത്. LDFിൻ്റെ കൗൺസിലർമാരുടെ ആത്മസംയമനം കൊണ്ടാണത്രേ നഗരസഭയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുന്നത്. ഈ CPMകാരുടെയും DYFIക്കാരുടെയും SFIക്കാരുടെയും ഒക്കെ ധാരണ സമരത്തിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് എത്രയും വേഗം ഇവർക്ക് ഭരണത്തിൽ തിരിച്ചു കയറാം എന്നാണ്. ഇപ്പോഴേ ഇങ്ങനെ വേണ്ടതിനും വേണ്ടാത്തതിനും എല്ലാം കൂടി നിങ്ങളിങ്ങനെ സമരത്തിനിറങ്ങിയാൽ 5 വർഷം കൊണ്ട് നിങ്ങൾ വീണ്ടും മനുഷ്യനെ വെറുപ്പിക്കും. നിയമസഭയിലെ പ്രകടനത്തിലൂടെ ജനങ്ങളുടെ മനസ്സിൽ തിരിച്ചു കയറാൻ യാതൊരു നിർവാഹവുമില്ല. എങ്കിൽ പിന്നെ കുണ്ടായുസം കൊണ്ട് മനുഷ്യനെ ഭീഷണിപ്പെടുത്തിയും ഭയപ്പെടുത്തിയും പാർട്ടിയെ തിരിച്ചു കൊണ്ടുവരാം എന്നാണ് ധാരണ. നിയമസഭയിൽ കപ്പിത്താൻ കലക്കവെള്ളം പൊക്കിക്കാണിച്ച് കുപ്പിത്താനായി മാറി. പിറ്റേ ദിവസം ബ്ലേഡ് പൊക്കിക്കാണിച്ച് റിയാസ് നാണം കെട്ടു. അതിൻ്റെ പിറ്റേന്ന് ED ഓഫീസിലേക്ക് ഭാര്യയ്ക്കൊപ്പം കൂട്ടുപോയി പിന്നെയും നാറി. നഗരസഭയിലെ എല്ലൊടിക്കൽ നാടകം വിവരിക്കാൻ വന്ന ഗോവിന്ദൻ തുള്ളി പോലും അടിക്കാതെ തന്നെ മത്തായ അവസ്ഥയിലാണ്. ബെക്കാഡി കമ്പനി അടക്കം നൽകിയ അപേക്ഷകളിൽ തുടർ നടപടിയെടുക്കാനായി എക്സൈസ് മന്ത്രി ആയിരിക്കുമ്പോൾ MV ഗോവിന്ദൻ നൽകിയ ഫയൽ കുറിപ്പും പുറത്തു വന്നു. ചുരുക്കി പറഞ്ഞാൽ ആ കുപ്പിയും വീഞ്ഞും പഴയത് തന്നെ. നിലത്ത് കിടന്ന LDF കൗൺസിലർമാരുടെ എല്ല് ചവിട്ടി ഒടിക്കുന്നതിനിടയിലാണത്രേ VV രാജേഷിൻ്റെ കാലിൻ്റെ എല്ലൊടിഞ്ഞത്. 2 പിള്ളേരും മന്ത്രിയുടെ നേരെ കരിങ്കൊടി വീശിയപ്പോൾ ഗോവിന്ദൻ്റെ വർണ്ണന കേട്ട് നമ്മൾ നടുങ്ങിയതാണ്. നാക്കുകൊണ്ട് നാട്യവും മോന്ത കൊണ്ട് പ്രത്യയശാസ്ത്രവും ശരീരഭാഷ കൊണ്ട് പാർട്ടിയെയും നടത്തിക്കൊണ്ടു പോകുന്ന ഗോവിന്ദനെയൊക്കെ ആര് വിശ്വസിക്കാനാണ്?